ബഹിരാകാശ പര്യവേഷണം, ബയോടെക്നോളജി, സമുദ്ര വിഭവ വികസനം എന്നീ മേഖലകളിൽ നേട്ടം കൈവരിക്കാൻ രാജ്യം ഒരുങ്ങുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2035ഓടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ നിലയം ഇന്ത്യ സ്ഥാപിക്കുമെന്നും 2040ഓടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം കേരള സർക്കാർ 1255 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കും. ഇതിനായുള്ള ലേലം ഡിസംബർ 17-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ സംവിധാനം വഴി നടക്കും. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ നൂതന സ്പെക്ട് CT സ്കാനർ പ്രവർത്തന സജ്ജമായതായി മന്ത്രി വീണ ജോർജ്. ഈ സംവിധാനം ഡിസംബർ 16 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഈ സാങ്കേതികവിദ്യയിലൂടെ ക്യാൻസർ രോഗനിർണയവും ചികിത്സയും, തൈറോയിഡ്, ഹൃദയം, തലച്ചോറ്, കരൾ, വൃക്കകൾ, ശ്വാസകോശം തുടങ്ങിയ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും രോഗനിർണയത്തിനും സാധിക്കും. കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ, വാഴൂർ പഞ്ചായത്തുകളിലെ പന്നി ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഫാമിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ പന്നിമാംസ വിതരണവും വിൽപ്പനയും കടത്തും നിരോധിച്ചു. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിനു മുന്നോടിയായുള്ള തീർത്ഥാടന കാലത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 29 വരെയാണ് തീർത്ഥാടന കാലം. ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ തീർത്ഥാടനം നടക്കും. ഇതോടനുബന്ധിച്ച് ഡിസംബർ 31-ന് ചിറയൻകീഴ്, വർക്കല താലൂക്കുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. എറണാകുളം താന്തോണിത്തുരുത്തിലെ വീടുകളിൽ വെള്ളം കയറുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള പദ്ധതി നിർദ്ദേശം ഭേദഗതികളോടെ വീണ്ടും കേന്ദ്രത്തിന് സമർപ്പിക്കാൻ തീരുമാനം. ഇതോടെ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. സമരസമിതി അംഗങ്ങളുമായി മന്ത്രി P. രാജീവ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്.